ശബരിമല വാവറിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുത്ത് പന്തളം പോലീസ്. പന്തളത്ത് സംഘപരിവാർ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിനിടെയായിരുന്നു ശാന്താനന്ദ മഹർഷിയുടെ കൊടിയ വർഗീയ പരാമർശം. ഇതിനെതിരെ പന്തളം കൊട്ടാര കുടുംബാംഗം പ്രദീപ് വർമ്മ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ശ്രീരാജ് ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, വളരെയധികം വിമർശനങ്ങൾ ഇതിൽ ഉയർന്നിരുന്നു, വർഗീയ പരാമർശം നടത്തിയിരുന്നു. പന്തളം കൊട്ടാരം കുടുംബാംഗം തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ കേസും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ കേസ് ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത്? സ്വാതി, അങ്ങനെ തന്നെയാണ്. രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ ഏറ്റവും വർഗീയപരമായിട്ടുള്ള ഭാഷയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഉണ്ടായത്. ശാന്താനന്ദ മഹർഷി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷനാണ്. ഇതിനെതിരെ ഇന്നലെ തന്നെ പന്തളം കുടുംബാംഗമായ പ്രദീപ് വർമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് മാധ്യമ വക്താവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയും പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പന്തളം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചു, വിശ്വാസം വ്രണപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു, പ്രസംഗിച്ചു എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പന്തളം പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. വാവർ മുസ്ലിം തീവ്രവാദിയാണെന്നായിരുന്നു പന്തളത്ത് വെച്ച് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഇദ്ദേഹം സംസാരിച്ചത്. ശാന്താനന്ദ സംസാരിച്ചത്. ഇദ്ദേഹം ശ്രീരാമദാസ മിഷന്റെ അധ്യക്ഷനാണ്. ഇതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി വിവിധ കോണുകളിൽ നിന്നും. പന്തളം കുടുംബത്തിൽ നിന്നുള്ള അംഗം തന്നെ നേരിട്ട് ന്യൂസ് മലയാളത്തോട് ഇദ്ദേഹത്തിനെതിരെ തള്ളിപ്പറഞ്ഞും അതുപോലെ തന്നെ ഈ ശബരിമല സംരക്ഷണ സംഗമത്തെ തള്ളിപ്പറഞ്ഞും രംഗത്തെത്തി. വർഗീയപരമായ പരിപാടിയായി പോയി ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഈ ശബരിമല സംരക്ഷണ സംഗമം എന്നടക്കം പറഞ്ഞു. എന്തായാലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പന്തളം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പരാതി നൽകിയത് ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചു, അതുപോലെ തന്നെ സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാകുന്ന തരത്തിൽ വിശ്വാസം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നിവയടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത്. സ്വാതി.